ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിവർബറേഷനിലേക്ക് സ്വാഗതം. ഹായ് ഓൾ. NCERT ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ +2 എക്സസൈസസ് നമ്മൾ സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ് മുതൽ അടുത്ത സെഷനിൽ നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഇമെയിലായിട്ടോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ ചോദ്യം, what is the force between two small charged spheres having charges of 2 into 10 raised to minus 7 coulomb and 3 into 10 raised to minus 7 coulomb placed 30 centimeter apart in air? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൂളോംസിലോടെ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. സോ ആദ്യം തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ Q1 എന്നൊരു ചാർജിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. Q1 is equal to 2 into 10 raised to minus 7 coulomb. രണ്ടാമത്തെ ചാർജ് Q2 is equal to 3 into 10 raised to minus 7 coulomb. പിന്നെ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് R is equal to 30 സെന്റിമീറ്റർ. ഇവിടെ ഡിസ്റ്റൻസ് CGS യൂണിറ്റിലാണ്, നമ്മളത് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി 30 into 10 raised to minus 2 മീറ്റർ. ഇത് കൂളോംസ് ലോയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സിന്റെ ആൻസർ കിട്ടും. Therefore F is equal to എന്താ കൂളോംസ് ലോ 1/4πε0 Q1 Q2 divided by R square. 1/4πε0യുടെ വാല്യൂ 9 into 10 raised to 9 ആണ്. ഇൻറ്റു Q1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2 into 10 raised to minus 7, Q2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 3 into 10 raised to minus 7 ഹോൾ ഡിവൈഡഡ് ബൈ ആറിൻ്റെ സ്ഥാനത്ത് 30 into 10 raised to minus 2 ഹോൾ സ്ക്വയർ. ഇവിടെ ഞാൻ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ആദ്യം ഈ 10ന്റെ പവറുകളെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എഴുതുന്നു. 9ഉം 2ഉം 3ഉം സെപ്പറേറ്റ് എഴുതുന്നു. അപ്പോൾ 9 into 2 into 3 into 10 raised to 9 into 10 raised to minus 7, 10 raised to 2, 10 raised to 2 into 10 raised to minus 7, 10 raised to minus 5 divided by 30ന്റെ സ്ക്വയർ 900 into 10 raised to minus 2ന്റെ സ്ക്വയർ 10 raised to minus 4. അപ്പോൾ ഈ ഒരു 9ഉം ഈ ഒരു 9ഉം ക്യാൻസൽ ചെയ്യും. ഇവിടെ 100 വരും. 100നെ നമുക്ക് 10 raised to 2 എന്ന് എഴുതാം, എഴുതിക്കൂടെ? അപ്പോൾ 10 raised to 2 into 10 raised to minus 4 അടിയിൽ 10 raised to minus 2 എന്ന് കൊണ്ടുവരും. ഓക്കെ, മുകളിൽ 2 into 3 6 into 10 raised to minus 5 ഈക്വൽ ടു ഇത് മുകളിലോട്ട് പോവും. അപ്പോൾ 6 into 10 raised to minus 5 into ഇത് മുകളിലോട്ട് വരുമ്പോൾ 10 raised to 2 ആയിട്ട് മാറും. therefore 10 raised to minus 3. ഇത്രയും ന്യൂട്ടൺ. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the electrostatic force on a small sphere of charge 0.4 microcoulomb due to another small sphere of charge minus 0.8 microcoulomb in air is 0.2 Newton. ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. What is the distance between the two spheres? What is the force on the second sphere due to the first? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനും കൂളംസ് ലോയുടെ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇതിൽ രണ്ട് സ്മോൾ സ്ഫിയേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ Q1 ചാർജുള്ള ഒരു സ്ഫിയർ, ഇവിടെ Q2 ചാർജുള്ള രണ്ടാമത്തെ സ്ഫിയർ. രണ്ട് സ്ഫിയറുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആണെന്ന് വിചാരിക്കുക. നമുക്ക് രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. Q1 is equal to 0.4 മൈക്രോകൂളം. മൈക്രോകൂളത്തിനെ കൂളത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഏത് പ്രോബ്ലത്തിലും മൈക്രോകൂളം കണ്ടു കഴിഞ്ഞാൽ അതിനെ കൂളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക, 10 raised to minus 6 കൂളോം. അതുപോലെ Q2ന്റെ വാല്യൂ minus 0.8 മൈക്രോകൂളം is equal to minus 0.8 into 10 raised to minus 6 കൂളോം. ഇവിടെ രണ്ടാമത്തെ ചാർജ് മൈനസ് ആയതുകൊണ്ട് ഇവർക്കിടയിൽ ഉണ്ടാവുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. അട്രാക്റ്റീവ് ആണ് എന്ന് കാണിക്കാനാണ് നമ്മൾ നെഗറ്റീവ് സൈൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ്സ് കണ്ടുപിടിക്കുമ്പോൾ പ്രോബ്ലത്തിൽ നെഗറ്റീവ് സൈൻ ഇടേണ്ട ആവശ്യമില്ല. നൗ ഒന്നാമത്തെ ചാർജിന്റെ മുകളിൽ രണ്ടാമത്തെ ചാർജ് എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് ചാർജ് ബൈ ദ സെക്കൻഡ് F12 ഈക്വൽ ടു 0.2 ന്യൂട്ടൺ.
ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്ന് നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണ്. അപ്പോൾ ഇവന്റെ മുകളിൽ ഇവൻ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഡിസ്റ്റൻസ് തന്നിട്ടില്ല. അപ്പോൾ കൂളംസിലും അപ്ലൈ ചെയ്യുക. കൂളംസിലും അപ്ലൈ ചെയ്യുമ്പോൾ F12 ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ ആണ് നമുക്ക് അറിയേണ്ടത്. ആർ സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ആർ സ്ക്വയർ ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ F12 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0ക്ക് 9 × 10⁻⁹ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q1ന് 0.4 × 10⁻⁻6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു 0.8 × 10⁻⁻6. ഇവിടെ ഞാൻ മൈനസ് സൈൻ ഇടുന്നില്ല, കാരണം നമുക്ക് ഡിസ്റ്റൻസ് ആണ്, അതൊരു മാഗ്നിറ്റ്യൂഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മൈനസ് സൈൻ ഇടാറില്ല. ഓക്കെ, ഡിവൈഡഡ് ബൈ അവർക്കിടയിലുള്ള ഫോഴ്സ് തന്നിട്ടുണ്ട് 0.2. ഇത് നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മാക്സിമം കാൽക്കുലേറ്റേഴ്സ് തീരെ ന്യൂമറിക്കൽസ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത, മാനുവലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസരം വരുമ്പോഴേ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, നമ്മളെ കൊണ്ട് എത്രമാത്രം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. ഇവിടെ ഈ 0.4 0.8 ഇത്തരം ടേംസ് പ്രോബ്ലത്തിൽ വരുമ്പോൾ അതിനെ 10ന്റെ പവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ നോക്ക്, 0.4നെ ഐ ക്യാൻ റൈറ്റ് 4 × 10⁻⁻1. ഇത് നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ 0.8നെ 8 × 10⁻⁻1 എന്ന് എഴുതാം. അത് 8നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് 0.8. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതുന്നു. ദാറ്റ് ഈസ് 9 × 10⁻⁹ ഇൻറ്റു 4നെ 4 × 10⁻⁻1. അപ്പോൾ ഒരു 10⁻⁻1 ഇവിടെ റിമൈനിങ് വരുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരു 10⁻⁻1 ഇവിടെ ഉണ്ട്. അതുപോലെ നെക്സ്റ്റ് ഇൻറ്റു 8 ഇൻറ്റു ഇനി 10ന്റെ പവറുകൾ 10⁻⁹, then 10⁻⁻6 ഇൻറ്റു 10⁻⁻6. റിമൈനിങ് ഒരു ഇവന്റെ 10⁻⁻1ഉം ഇവന്റെ 10⁻⁻1ഉം 10⁻2 ഹോൾ ഡിവൈഡഡ് ബൈ അടിയിൽ 0.2നെ ഞാൻ 2 × 10⁻⁻1 എന്ന് എഴുതി. ഇത് എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ചേർത്ത് എഴുതുന്നു. ഈ 2 കൊണ്ട് ഒരു 4നെ ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 2 ബാക്കി വരും. അപ്പോൾ 9 × 2 × 8 ഇതാണ് 3 ന്യൂമറിക്കൽസ്. 9 × 2 × 8, 9 × 8 18 വരും. 18 × 8 8 × 8 64 × 8 144 എന്ന ആൻസർ വരും. അപ്പോൾ 144 ഇൻറ്റു റിമൈനിങ് ടേംസ് നോക്ക്. 10⁻9 × 10⁻⁻6 10 പ്ലസ് 3 10 പ്ലസ് 3 × 10⁻⁻6 10⁻⁻3 10⁻⁻3 × 10⁻⁻2 10⁻⁻5. അപ്പോൾ മുകളിൽ ഒരു 10⁻⁻5 വരും. അടിയിൽ 10⁻⁻1 ഉണ്ട്. ഇത് മുകളിലോട്ട് വരുമ്പോൾ 10⁻+1 ആവും. അത് ഇവന്റെ കൂടെ ചേരുമ്പോൾ 10⁻⁻4 ആവും. ദാറ്റ് ഈസ് 144 × 10⁻⁻4. ഇതാണ് ആർ സ്ക്വയറിന്റെ വാല്യൂ. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആറിന്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് നോക്കൂ. Therefore R is equal to 144ന്റെ സ്ക്വയർ റൂട്ട് 12 ഇൻറ്റു 10⁻⁻4 10⁻⁻2 ഇത്രയും മീറ്റർ. ദാറ്റ് ഈസ് R is equal to 0.12 മീറ്റർ അല്ലെങ്കിൽ 12 സെന്റിമീറ്റർ. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ, അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് Q1ന്റെ മുകളിൽ Q2 എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് 0.2 ആണെങ്കിൽ Q2വിന്റെ മുകളിൽ Q1 എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് എത്ര? സിൻസ് കൂളംസ് ലോ അനുസരിച്ച് ഫോഴ്സ് Q1 × Q2വിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ Q1ന്റെ മുകളിൽ Q2 എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സും Q2വിന്റെ മുകളിൽ Q1 എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സും രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലെ? മാഗ്നിറ്റ്യൂഡ് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ F12ന്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് F21നും വരിക. കാരണം രണ്ട് ഫോഴ്സ് ഉണ്ടാക്കുന്നത്, ഇവന്റെ മുകളിൽ ഇവൻ ഉണ്ടാക്കുന്ന ഫോഴ്സും ഇവന്റെ മുകളിൽ ഇയാൾ ഉണ്ടാക്കുന്ന ഫോഴ്സും രണ്ടും രണ്ട് ചാർജുകൾ ചേർന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫോഴ്സസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ Q2വിന്റെ മുകളിൽ Q1 ഉണ്ടാക്കുന്ന ഫോഴ്സും 0.2 ന്യൂട്ടൺ ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ചെക്ക് ദാറ്റ് ദ റേഷ്യോ K(E²) divided by G ME/MP is dimensionless. Look up a table of physical constants and determine the value of this ratio. What does the ratio signify? ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ഞാൻ ആ റേഷ്യോ ഒന്ന് എഴുതാം. ദാറ്റ് ഈസ് K(E²) divided by G ME
MP. K എന്ന് പറയുന്നത് കൂളോംസ് ലോയിലുള്ള 1/4πε0 ആണ് K. ഈ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, മാസ് ഓഫ് ഇലക്ട്രോൺ, മാസ് ഓഫ് പ്രോട്ടോൺ. ഈ റേഷ്യോ ഡയമെൻഷൻ ലെസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ റേഷ്യോയ്ക്ക് യൂണിറ്റ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. എല്ലാത്തിന്റെയും യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് 1/1 ഫോമാറ്റിൽ വരുന്നു എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഒന്ന് ചെയ്തു നോക്കാം. കെയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റേസ് ടു -2 ഇൻറ്റു ഒരു ഇലക്ട്രോണിന്റെ ചാർജ് കൂളോം ആണ് യൂണിറ്റ്, അപ്പോൾ കൂളം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം റേസ് ടു -2. ഇവിടെ മാസ് ഓഫ് ഇലക്ട്രോൺ കിലോഗ്രാം, മാസ് ഓഫ് പ്രോട്ടോൺ കിലോഗ്രാം, അപ്പൊ കിലോഗ്രാം ഇൻറ്റു കിലോഗ്രാം, കിലോഗ്രാം സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ മുകളിൽ വരും. കൂളം റേസ് ടു -2 കൂളം സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോകും. അടിയിൽ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ അഗെയിൻ. ഇത് നിങ്ങൾക്ക് ഒരുമിച്ച് കട്ട് ചെയ്ത് കളയാട്ടോ. കിലോഗ്രാം റേസ് ടു -2 കിലോഗ്രാം റേസ് ടു 2 ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ഇവിടെ ന്യൂട്ടൺ ക്യാൻസൽ ചെയ്യും, മീറ്റർ സ്ക്വയറും ക്യാൻസൽ ചെയ്യും. സോ ഫൈനലി യു വിൽ ഗെറ്റ് എ 1/1 ഫോം വിച്ച് ഈസ് ഡയമെൻഷൻ ലെസ്. കണ്ടോ, ഡയമെൻഷൻ ലെസ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലുള്ള രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ റേഷ്യോയുടെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് അതൊന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എല്ലാത്തിനും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാനിതൊന്ന് റബ്ബ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെയുടെ വാല്യൂ നമുക്കറിയാം 9 × 10⁻⁹ ആണ്. ഇൻറ്റു ഇയുടെ വാല്യൂ 1.6 × 10⁻⁻19 അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജിയുടെ വാല്യൂ 6.67 × 10⁻⁻11 മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31 ഇൻറ്റു മാസ് ഓഫ് പ്രോട്ടോൺ 1.67 × 10⁻27. എല്ലാം കൂടെ കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഫൈനൽ ആൻസർ ലൈക്ക് ദിസ് 2.28 × 10⁻39 എന്ന ആൻസർ കിട്ടും. ഇതാണ് ഈ റേഷ്യോയുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇത് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ മാഗ്നിറ്റ്യൂഡ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നോക്ക്, സപ്പോസ് നിങ്ങൾ ഇവിടെ രണ്ട് ചാർജുകൾ, ഒരു ചാർജ് ഒരു ഇലക്ട്രോണും ഒരു ചാർജ് ഒരു പ്രോട്ടോണും ആണെന്ന് വിചാരിക്കൂ. അവർക്കിടയിൽ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ഡിസ്റ്റൻസ് എത്ര ആയിക്കോട്ടെ. സോ ആ ഡിസ്റ്റൻസിനെ ഞാൻ R എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ മാസിനെ ഞാൻ ME എന്നും പ്രോട്ടോണിന്റെ മാസിനെ MP എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇലക്ട്രോണിന്റെ ചാർജ്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നമ്മൾ E എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. 1.6 × 10⁻⁻19 കൂളമാണ് ഇലക്ട്രോണിനും പ്രോട്ടോണിനും. ഇലക്ട്രോണിന് -1.6 × 10⁻⁻19, പ്രോട്ടോണിന് +1.6 × 10⁻⁻19. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇലക്ട്രോണിനും പ്രോട്ടോണിനും ഇടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് Fe is equal to 1/4πε0. അതിന് ഞാൻ K എന്ന് എഴുതുന്നു. 1/4πε0 ഇലക്ട്രോണിന്റെ ചാർജ് ഇൻറ്റു പ്രോട്ടോണിന്റെ ചാർജ്, ദാറ്റ് ഈസ് E ഇൻറ്റു പ്രോട്ടോണിന്റെ ചാർജ്. പ്രോട്ടോണിന്റെ ചാർജും E തന്നെയാണ്. ഓക്കെ, പ്രോട്ടോണിന്റെ ചാർജും E തന്നെയാണ്. അപ്പൊ E സ്ക്വയർ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. സിമിലർലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവർക്കിടയിലുള്ളത് Fg is equal to G M1 M2. എമ്മിന്റെ സ്ഥാനത്ത് M1ന്റെ സ്ഥാനത്ത് ME, M2ന്റെ സ്ഥാനത്ത് MP ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇതാണ് രണ്ട് ഡിഫറെന്റ് ഫോഴ്സസ് ബിറ്റ്വീൻ ആൻ ഇലക്ട്രോൺ ആൻഡ് എ പ്രോട്ടോൺ. ആ റേഷ്യോ എത്രയാണെന്ന് നോക്കൂ. Fe ഡിവൈഡഡ് ബൈ Fg ഈക്വൽ ടു, നമുക്ക് ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ R സ്ക്വയറും ക്യാൻസൽ ചെയ്ത് ഫൈനലി യു വിൽ ഗെറ്റ് K E സ്ക്വയർ ഡിവൈഡഡ് ബൈ G ME MP. ഇതല്ലേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റേഷ്യോ? കണ്ടോ? അപ്പൊ അതിനർത്ഥം Fe ഡിവൈഡഡ് ബൈ Fg എന്ന റേഷ്യോ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? Fe ഡിവൈഡഡ് ബൈ Fg എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ an electron and a proton separated by a distance R.
അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര നമുക്ക് കിട്ടിയത്? 2.28 ഇൻറ്റു 10⁻39. ഇതിന്റെ അർത്ഥം എന്താ? Fe is equal to 2.28 ഇൻറ്റു 10⁻39 ടൈംസ് Fg. അതിനർത്ഥം ഒരു ഇലക്ട്രോണിനും ഒരു പ്രോട്ടോണിനും ഇടയിൽ ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അവർക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ 10⁻39 ടൈംസ് വലുതാണ്. കണ്ടോ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര ചെറിയ ഫോഴ്സാ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ 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 ചെറുതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്ക് ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സ്ട്രോങ് ഫോഴ്സും ആണെന്ന് പറയാൻ കാരണം. ഓക്കെ, നാലാമത്തെ ചോദ്യം. 2 ചോദ്യങ്ങളുണ്ട്. എ, എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇലക്ട്രിക് ചാർജ് ഓഫ് എ ബോഡി ഈസ് ക്വാണ്ടൈസ്ഡ്. രണ്ടാമത്തെ ചോദ്യം, വൈ ക്യാൻ വൺ ഇഗ്നോർ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് വെൻ ഡീലിംഗ് വിത്ത് മാക്രോസ്കോപ്പിക്, ദാറ്റ് ഈസ് ലാർജ് സ്കെയിൽ ചാർജസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് 2 ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ. ഒന്നാമത്തെ, എന്തുകൊണ്ടാണ് ഒരു ബോഡിയുടെ ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തെ ചോദ്യം, മാക്രോസ്കോപ്പിക് ലെവലിൽ വലിയ ബോഡീസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സോ എന്താണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്? സോ സപ്പോസ് നമ്മളത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയാൻ കാരണം, ഞാൻ ഇങ്ങനെ ഒരു ബോഡി എടുക്കുന്നു. ഈ ബോഡി ഒരു ന്യൂട്രൽ ബോഡി ആണെന്ന് വിചാരിക്കൂ. ഇതിന്റെ ചാർജ് ന്യൂട്രൽ ആണ്. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദിസ് ബോഡി ഈസ് 0. ന്യൂട്രൽ ചാർജ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉള്ളിൽ ചാർജസ് ഒന്നും ഇല്ല എന്നല്ല, പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമാണ് എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഈ ബോഡി എപ്പോഴാണ് ചാർജഡ് ആവുക? നമുക്കറിയാം, ഒരു ബോഡി ചാർജഡ് ആവണമെങ്കിൽ ഒന്നുകിൽ അതിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രോൺസ് ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ബോഡി നെഗറ്റീവ്ലി ചാർജഡ് ആവും. അതല്ല, ഇതിൽ നിന്ന് നിങ്ങൾ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഇതിൽ നിന്ന് റിമൂവ് ആവുന്നോ അത്രയും പോസിറ്റീവ് ചാർജ് ഈ ന്യൂട്രൽ ബോഡിക്ക് ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ? അത് നമുക്കറിയാം. സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു ന്യൂട്രൽ ബോഡി എടുത്തു. ഇതില് ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാണ്, ഇതിന്റെ ചാർജ് +20 -20 ആണെന്ന് വിചാരിക്കൂ. അപ്പൊ ഇതിന്റെ ടോട്ടൽ ചാർജ് 0 ആണ്. ടോട്ടൽ 20 പോസിറ്റീവ് ചാർജും 20 നെഗറ്റീവ് ചാർജുകളും ഇതിലുണ്ട്. ഇതിൽ നിന്ന് ഞാൻ 6 ഇലക്ട്രോൺസ് റിമൂവ് ചെയ്തു. 6 ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറഞ്ഞു. 6 റിമൂവ് ചെയ്താൽ ബാക്കി 14 ഇലക്ട്രോൺസേ ഉള്ളൂ. അതിനർത്ഥം 14 ഇലക്ട്രോൺസിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന 14 പോസിറ്റീവ് ചാർജസ് ഇവിടെയുണ്ട്. റിമൈനിങ് 6 പോസിറ്റീവ് ചാർജ് എക്സസ് ആണ്. അതുകൊണ്ട് ഇതിന്റെ നെറ്റ് ചാർജ് ഇപ്പോൾ +6 ആണ്. അപ്പൊ ഇത് പോസിറ്റീവ്ലി ചാർജഡ് ആയി. കണ്ടോ? ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ്ലി ചാർജഡ് ആവും. അതുപോലെ സിമിലർലി ഞാൻ ഇതിലേക്ക് ഇലക്ട്രോൺസിനെ 6 ഇലക്ട്രോൺസിനെ ആഡ് ചെയ്തു വിചാരിക്കൂ. ഇപ്പൊ ഇതിന്റെ ടോട്ടൽ ചാർജ് ഇലക്ട്രോണിക് ചാർജ് -26 ആയി. അപ്പൊ +20യെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള -20 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ട്. ബാക്കി 6 ഇലക്ട്രോൺസ് എക്സസ് ആണ്. അപ്പൊ ഇതിന്റെ നെറ്റ് ചാർജ് -6 ആയി മാറി. കണ്ടോ? ഇങ്ങനെയാണ് ഇലക്ട്രോൺസ് ഉപയോഗിച്ച് നമ്മളൊരു ബോഡിയെ ചാർജ് ചെയ്യുന്നതും ന്യൂട്രലൈസ് ചെയ്യുന്നതും. അപ്പൊ ഇവിടെ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇലക്ട്രോണുകളെ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇലക്ട്രോണുകളെ 1 by 1 ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക. എപ്പോഴും ഇലക്ട്രോൺസ് ആഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ സപ്പോസ് ഇതിലേക്ക് ഞാൻ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്തു. അപ്പോൾ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആഡ് ചെയ്തു, E. ഇനി രണ്ടാമത്തെ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഇവന്റെ ടോട്ടൽ ചാർജ് 2E ആയി. 3 ഇലക്ട്രോൺ ആഡ് ചെയ്താൽ ടോട്ടൽ ചാർജ് 3E ആയി. 4 ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് 4E ആയി. അതായത് ഇലക്ട്രോണിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ 1, 2, 3 ഈ ഫോർമാറ്റിലാണ് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടുള്ളൂ. 1.5E 2.5E പറഞ്ഞിട്ട് ചാർജസ് കിട്ടില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ ഒരു ബോഡിയുടെ, ഒരു ചാർജ്ഡ് ബോഡിയുടെ ചാർജ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സേ ചാർജ് വിൽ ബി ഐദർ +n × E.
എന്ന് വെച്ചാൽ n ടൈംസ് ഈ ഇലക്ട്രോണുകളെ നിങ്ങൾ റിമൂവ് ചെയ്തു, അതുകൊണ്ട് അതിന് പ്ലസ് NE എന്ന ചാർജ് കിട്ടി. അല്ലെങ്കിൽ n ചാർജുകളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ചാർജ് മൈനസ് NE ആയിരിക്കും. അതായത് ഏതൊരു ബോഡിക്കും എപ്പോഴും പ്ലസ് ഓർ മൈനസ് NE ഈ ഫോർമാറ്റിൽ മാത്രമേ ചാർജ് കിട്ടുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ എപ്പോഴും ഒരു ബോഡിയുടെ ചാർജ് ഒരു ബേസിക് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ ചാർജിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ കോൺസെപ്റ്റിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വിളിക്കുക. ഏതൊരു ബോഡി എടുത്താലും അതിന്റെ ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. ഇതാണ് അതിന്റെ മീനിങ്. ക്ലിയർ? നൗ അതിലെ രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് മാക്രോസ്കോപ്പിക് ലെവലിലേക്ക് എത്തുമ്പോഴേക്കും, വലിയ ബോഡീസ് കൺസിഡർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലാതെ കൺസിഡർ ചെയ്യാത്തത്? അതാണ് രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ നോക്കൂ, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം ആണ്. 1 കൂളോം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് അടങ്ങിയിട്ടുണ്ട്? 1 കൂളോം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് അടങ്ങിയിട്ടുണ്ട്? അപ്പൊ നമുക്ക് ക്വാണ്ടൈസേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. Q is equal to NE ആണല്ലോ ഇക്വേഷൻ. അപ്പൊ N കണ്ടുപിടിക്കാൻ Q by E കണ്ടാൽ മതി. Q by E 1 കൂളോമിൽ എത്ര ചാർജ്, എത്ര ഇലക്ട്രോൺസ് ആണ് അടങ്ങിയിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ N is equal to 1 കൂളത്തിൽ എത്ര ഇലക്ട്രോൺ? അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം, 6.25 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. കണ്ടോ, ഒരു കൂളോം ചാർജിൽ ഇത്രയും ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെടണം. ഇത്രയും ഇലക്ട്രോൺസ് ചെന്നാലേ ഒരു ബോഡിക്ക് ഒരു കൂളോം ചാർജ് കിട്ടൂ. അപ്പൊ നിങ്ങൾ ഒരു മാക്രോസ്കോപ്പിക് ലെവലിലുള്ള വലിയൊരു ബോഡി എടുത്ത് നോക്കി നോക്കൂ, എത്ര ഇലക്ട്രോൺസ് ആഡ് ചെയ്യണം അതിൽ. ഒരു വലിയൊരു ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ഇലക്ട്രോൺസും എത്ര പ്രോട്ടോൺസും ഉണ്ടാവും. ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, കോടിക്കണക്കിന് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളുമാണ് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മാക്രോസ്കോപ്പിക് ബോഡിയിൽ ഉണ്ടാവുക. അപ്പൊ അതിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ റബ്ബ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡുകളോ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതോ വളരെ കുറച്ച് ചാർജുകളായിരിക്കും. അപ്പൊ ഈ മാക്രോസ്കോപ്പിക് ബോഡിയുടെ ടോട്ടൽ ചാർജിനെ, ടോട്ടൽ അതിൽ അടങ്ങിയിരിക്കുന്ന ചാർജിനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഈ ആഡ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെടുന്നതോ ആയിട്ടുള്ള ചാർജുകളുടെ എണ്ണം വളരെ തുച്ഛമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ലെവലിൽ ക്വാണ്ടൈസേഷൻ എന്നുള്ള കോൺസെപ്റ്റ് അംഗീകരിക്കാത്തത്. മാക്രോസ്കോപ്പിക് ലെവലിൽ ചാർജസ് ഡിസ്ക്രീറ്റ് അല്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണ് ഒരു മാക്രോസ്കോപ്പിക് ബോഡിയെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന്, കോടിക്കണക്കിന് ചാർജസ് ഉള്ളതിൽ നിന്ന് കുറച്ച് ഇലക്ട്രോണുകളെയോ കുറച്ച് ഇലക്ട്രോണുകളെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് ഹോൾ സിസ്റ്റത്തിൽ ഹോൾ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ചാർജ് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ 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 വലുതായിരിക്കും. സോ മാക്രോസ്കോപ്പിക് ലെവലിൽ ഈ ഒരു ഐഡിയ നമ്മൾ യൂസ് ചെയ്യാറില്ല. ക്ലിയർ? അഞ്ചാമത്തെ ചോദ്യം, when a glass rod is rubbed with a silk cloth, charges appear on both. A similar phenomenon is observed with many other pairs of bodies. Explain how this observation is consistent with the law of conservation of charge. Well, ഇനിയൊരു ഗ്ലാസ് റോഡും ഒരു സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഒബേ ചെയ്യുന്നുണ്ടോ എന്നതാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം, പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സപ്പോസ് നോക്കി, ഞാനൊരു ഗ്ലാസ് റോഡ് എടുക്കുന്നു. ദിസ് ഇസ് എ ഗ്ലാസ് റോഡ്. ഇവിടെ ഒരു സിൽക്ക് ക്ലോത്ത് എടുക്കുന്നു. സിൽക്ക് ക്ലോത്ത് നമുക്കറിയാം, എടുക്കുന്ന സമയത്ത് ഗ്ലാസ് റോഡ് ന്യൂട്രൽ ആണ്, സിൽക്ക് ക്ലോത്തും ന്യൂട്രൽ ആണ്. രണ്ടും തമ്മിൽ റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോണ് വേറൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇത് പരസ്പരം ഞാൻ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കൂ. അപ്പൊ ഇത് റബ്ബ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ഗ്ലാസ് റോഡിനകത്ത്, ഇതൊരു സിംപ്ലിഫിക്കേഷന് വേണ്ടി പറയാണ് കേട്ടോ, ഗ്ലാസ് റോഡിനകത്ത് 100 പോസിറ്റീവ് ചാർജും 100 നെഗറ്റീവ് ചാർജുകളും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതുപോലെ ഇവിടെ 50 പോസിറ്റീവ് ചാർജുകളും 50 നെഗറ്റീവ് ചാർജുകളും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. സോ നെറ്റ് ചാർജ് ഇവിടെ 0 ആണ്, ഇവിടെയും നെറ്റ് ചാർജ് 0 ആണ്. പരസ്പരം റബ്ബ് ചെയ്യുന്നു. റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്കിലേക്ക് 10 ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കൂ.
അതിനർത്ഥം ഗ്ലാസ് റോഡിന് ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. 10 ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്താൽ ഇവിടെ 90 ഇതിന് 10 അഡീഷണൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 60 ആയിട്ട് മാറി. അതിന്റെ ഫലമായിട്ട് ഗ്ലാസ് റോഡിന് 10 പോസിറ്റീവ് ചാർജ് എക്സസ് വന്നു. അപ്പൊ ഗ്ലാസ് റോഡിന്റെ ടോട്ടൽ ചാർജ് +10 ആയി. ഗ്ലാസ് റോഡ് പോസിറ്റീവ്ലി ചാർജഡ് ആയി. ഇവിടെ അഡീഷണലി 10 ഇലക്ട്രോണുകളെ കിട്ടിയതുകൊണ്ട് ഇവന്റെ ചാർജ് അഗെയിൻ -10, ഇത് നെഗറ്റീവ്ലി ചാർജഡ് ആയി. ഇങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യുക. നിങ്ങൾ ഈ ചിത്രം നോക്കൂ. ചാർജിങ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ചാർജിന്റെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇല്ല. സിസ്റ്റത്തിന്റെ നെറ്റ് ചാർജ് സെയിം തന്നെയാ, അല്ലേ? ഇനീഷ്യലി ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഞാൻ സൈൻ ഒന്നും നോക്കുന്നില്ല. 100 100 200 200 100 300 ചാർജസ് നമുക്ക് ടോട്ടൽ ഉണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം കൂടി 300 എണ്ണം ഉണ്ടായിരുന്നു. ഇവിടുന്ന് 10 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഇപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 190. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 110. ആഡ് ചെയ്ത് നോക്കൂ, 300 തന്നെ ഇല്ലേ? അപ്പോ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി വഴി നിങ്ങൾ പരസ്പരം റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ആവുകയേ ചെയ്യുന്നുള്ളൂ. പുതിയതായിട്ട് ഇലക്ട്രോണുകളെ നിർമ്മിക്കുകയോ പുതിയതായിട്ടുള്ള പഴയ ഇലക്ട്രോണുകളെ നിങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ചാർജസിനെ നിർമ്മിക്കുകയും ചെയ്യുന്നില്ല, നശിപ്പിക്കുകയും ചെയ്യുന്നില്ല. നെറ്റ് ചാർജ് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ എന്ത് പറയാൻ പറ്റും നമുക്ക്? ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എ പെയർ ഓഫ് ബോഡീസ് രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുമ്പോൾ ടോട്ടൽ ചാർജ്, സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ട് ഈ പ്രോസസ്സ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിനെ ഒബേ ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. ഫോർ പോയിന്റ് ചാർജസ് QA is equal to 2 microcoulomb, QB is equal to -5 microcoulomb, QC is equal to 2 microcoulomb, and QD is equal to -5 microcoulomb are located at the corners of a square ABCD of side 10 cm. What is the force on a charge of 1 microcoulomb placed at the center of the square? ഈ ചോദ്യത്തില് നമുക്ക് 4 ചാർജുകൾ തന്നിട്ടുണ്ട്. ഈ 4 ചാർജുകളെ ഒരു സ്ക്വയറിന്റെ 4 കോർണറിലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഞാൻ ആ സ്ക്വയർ ഒന്ന് വരയ്ക്കാം. സി യു ആർ ഗിവൺ എ സ്ക്വയർ. നമ്മളിങ്ങനെ ഒരു സ്ക്വയർ എടുക്കുന്നു. ഈ സ്ക്വയറിന്റെ 4 കോർണറുകളിലായിട്ട് 4 കോർണേഴ്സ് എ ബി സി ടി 4 കോർണറുകളിൽ 4 ചാർജസിനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കോർണറിൽ QA എന്നൊരു ചാർജിനെ വെക്കുന്നു, രണ്ടാമത്തെ കോർണറിൽ QB എന്നൊരു ചാർജ്, മൂന്നാമത്തെ കോർണറിൽ QC എന്നൊരു ചാർജ്, നാലാമത്തെ കോർണറിൽ QD എന്നൊരു ചാർജ്. ഓരോ സൈഡിന്റെയും നീളം 10 സെന്റിമീറ്റർ വീതമാണ്. അപ്പൊ ഈ സൈഡ് 10 സെന്റിമീറ്റർ, ഓരോ സൈഡും 10 സെന്റിമീറ്റർ വീതം നീളമുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഈ സ്ക്വയറിന്റെ സെന്റർ കിട്ടും. സോ ഞാൻ അതിന്റെ സെന്റർ കിട്ടാൻ വേണ്ടി 2 ഡയഗണൽസ് വരയ്ക്കുന്നു. സെന്റർ DE ആണെന്ന് വിചാരിക്കൂ. സെന്ററിൽ നിങ്ങൾ ഒരു ചാർജ് 1 മൈക്രോകൂളം ചാർജ് വെക്കുകയാണെങ്കിൽ ഈ 4 ചാർജും ചേർന്ന് 1 മൈക്രോകൂളത്തിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണ്? മൊത്തം 4 ഫോഴ്സ് ഉണ്ടാവുക അവിടെ. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ QAയുടെ വാല്യൂ തന്നിട്ടുണ്ട്. QA എന്ന് പറയുന്നത് 2 മൈക്രോകൂളം, QB 5 മൈക്രോകൂളം, അഗെയിൻ -5 അല്ലേ, -5 മൈക്രോകൂളം, അഗെയിൻ QC 2 മൈക്രോകൂളം, QD -5 മൈക്രോകൂളം. ഇങ്ങനെയാണ് നമുക്ക് ചാർജസ് തന്നിരിക്കുന്നത്. അപ്പോ ഇതിന്റെ മുകളില്, ഈ ചാർജിന്റെ മുകളില് മൊത്തം എത്ര ഫോഴ്സസ് ഉണ്ടാവും എന്നൊന്ന് നോക്കൂ. ടോട്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഈ ചാർജിന്റെ മുകളിൽ 1 മൈക്രോകൂളത്തിന്റെ മുകളിൽ QA ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, QB ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, QC ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, QD ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. നമുക്ക് ആദ്യം അതിന്റെ ഡയറക്ഷൻസ് ഒന്ന് നോക്കാം. അപ്പൊ ആദ്യം QAയുടെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, 1 മൈക്രോകൂളത്തിന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് ബൈ QA, FA is equal to എന്താ ഇക്വേഷൻ വരിക? 1/4πε0. ഞാൻ
കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു Q1 സ്ഥാനത്ത് 2 ഇൻറ്റു 10⁻⁻6 1 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് ഞാൻ R ആയിട്ട് എടുക്കുന്നു. അത് എത്രയോ ആയിക്കോട്ടെ, R². അപ്പൊ ഇത് പോസിറ്റീവും ഇത് പോസിറ്റീവും ആണ്. ഇത് രണ്ടും പോസിറ്റീവായ സ്ഥിതിക്ക് ഇവിടെ റിപ്പൽഷൻ ആണ് ഉണ്ടാവുക. അപ്പൊ ആ റിപ്പൽഷൻ മൂലം QA ഈ ചാർജിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണിത്. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ QA മൂലം ഉണ്ടാവുന്ന ഫോഴ്സ് FA. നൗ നമുക്ക് FB എത്രയെന്ന് കണ്ടുപിടിക്കാം. FB B മൂലം ഇയാളുടെ മുകളിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. FBയുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? അഗെയിൻ 1/4πε0. ഞാൻ മൈനസ് സൈൻ ഇടുന്നില്ല. 5 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 1 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ, നോക്ക് ഈ നീളവും 6 തന്നെയായിരിക്കില്ലേ? ഇതും 6 ആയിരിക്കും. അഗെയിൻ R². ഇത് ഒരു ചാർജ് നെഗറ്റീവും ഒരു ചാർജ് പോസിറ്റീവും ആയതുകൊണ്ട് ഇവർക്കിടയിൽ അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. അപ്പോൾ QB മൂലം ഈ ചാർജ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ ഇതാണ് QB മൂലം ഉണ്ടാവുന്ന ഫോഴ്സ് FB. സിമിലർലി FC QZ മൂലം ഉണ്ടാവുന്ന ഫോഴ്സ് 1/4πε0 2 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 1 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ ദൂരം R തന്നെ, R². പോസിറ്റീവ്, ഇതും പോസിറ്റീവ്, അപ്പൊ റിപ്പൽഷൻ ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് ഈ ചാർജിനെ ഇവൻ ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്യും. ഇതാണ് FC. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ FCയുടെ വാല്യൂവും FAയുടെ വാല്യൂവും ഈക്വൽ ആണ്. കണ്ടോ, FA ആൻഡ് FC is equal. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് മാത്രമല്ല, രണ്ടും ഓപ്പോസിറ്റ് സൈഡില. അപ്പൊ ഇവര് പരസ്പരം ക്യാൻസൽ ചെയ്യും. അപ്പൊ ഇവൻ ഇയാളെ ഇങ്ങോട്ടും തള്ളും, ഇവൻ ഇയാളെ ഇങ്ങോട്ടും തള്ളും. അപ്പൊ ഈ രണ്ട് ഫോഴ്സ് മൂലം അനങ്ങാതെ നിൽക്കും അവിടെ. സോ ഇവര് തമ്മിലുള്ള നെറ്റ് എഫക്റ്റ് ഇവിടെ 0 ആണ്. ഇനി നമുക്ക് ഫോഴ്സ് ഡ്യൂ ടു D നോക്കാം. അഗെയിൻ 1/4πε0 ഇയാളുടെ മുകളിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് 5 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ ഇൻറ്റു 1 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ R². ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാം. ഇത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതിന്റെ ഫലമായിട്ട് ഈ ചാർജിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും, ദാറ്റ് ഈസ് FD. ഇവിടെ FDയുടെ വാല്യൂവും FDയും FBയും ഈക്വൽ ആണ്. സോ FB ഇസ് ഈക്വൽ ടു FD. ഈക്വൽ ആണെന്ന് മാത്രമല്ല, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ്. അപ്പൊ ഈ രണ്ട് ഫോഴ്സസ് പരസ്പരം ക്യാൻസൽ ചെയ്യും. അപ്പൊ ഇവിടെ നെറ്റ് എഫക്റ്റ് എന്താ? FAനെ FC ക്യാൻസൽ ചെയ്യുന്നു, FBയെ FD ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ ഈ 4 ചാർജും ചേർന്ന് ഈ 1 മൈക്രോ കൂളത്തിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആയിരിക്കും. സോ നെറ്റ് ഫോഴ്സ് ഓൺ E is equal to 0. That is the answer. ഏഴാമത്തെ ചോദ്യം. ഇതിലും രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ, an electrostatic field line is a continuous curve. That is, a field line cannot have sudden breaks. Why not? രണ്ടാമത്തെ question, explain why two field lines never cross each other at any point. ഈ രണ്ട് ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് ഒരുമിച്ച് പറയാം. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു കണ്ടിന്യൂസ് കർവ് ആയിട്ട് അനുഭവപ്പെടുന്നത്, എന്തുകൊണ്ട് സഡൻ ബ്രേക്സ് ഉണ്ടാവുന്നില്ല? രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് രണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നില്ല? നോക്കൂ, നമുക്കറിയാം എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻ. ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ടെസ്റ്റ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജ് ട്രാവൽ ചെയ്യുന്ന പാത്തിനെ നമ്മൾ ഇമാജിൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ആ ലൈനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻ എന്ന് വിളിക്കുക. അപ്പോൾ സപ്പോസ് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് വിചാരിക്കൂ. ഈ ഇലക്ട്രിക് ഫീൽഡുള്ള റീജിയനിൽ ഞാനൊരു ടെസ്റ്റ് ചാർജ് വെക്കുന്നു. ഈ ടെസ്റ്റ് ചാർജ് ഇതിലൂടെ ട്രാവൽ ചെയ്തു. ആ ട്രാവൽ ചെയ്ത പാത്ത് ഞാൻ ഇമാജിൻ ചെയ്യുന്നു. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. അപ്പൊ ഇതിങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള കാരണം എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഈ ടെസ്റ്റ് ചാർജിന്റെ മുകളിൽ, ഇപ്പൊ ഈ എന്നൊരു ഇലക്ട്രിക് ഫീൽഡ് ഞാനിവിടെ ഇമാജിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് ഈ ടെസ്റ്റ് ചാർജിന്റെ മുകളിൽ എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് മൂലം ഈ ചാർജ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക.
ബ്രേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ എത്തിയിട്ട് ചാർജ് എത്തി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്തു. അങ്ങനെ പോസിബിൾ ആണോ? അല്ല. ബ്രേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ആ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, അവിടെ ചാർജിന്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള ഫോഴ്സും അനുഭവപ്പെടില്ല എന്നാണ് മീനിങ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ പോസിബിൾ അല്ല. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉള്ള റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഉണ്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് സഡൻലി ബ്രേക്ക് വന്നാൽ അതിന്റെ അർത്ഥം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്നാണ്. ആ റീജിയനിൽ എത്തുമ്പോൾ ചാർജ് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോയിട്ട് വീണ്ടും ആ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ബ്രേക്ക്. ഒരു ഫീൽഡ് ലൈനിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് ഉണ്ടാവില്ല. ഉണ്ടായാൽ അതിന്റെ അർത്ഥം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്നാണ്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാത്തത്? നോക്ക്, നമുക്കറിയാം. സപ്പോസ് ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇമാജിൻ ചെയ്യുന്നു. ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണെന്ന് വിചാരിക്കൂ. ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഏതൊരു പോയിന്റ് നിങ്ങൾ ഇമാജിൻ, ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ആണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഏതൊരു പോയിന്റ് ഇമാജിൻ ചെയ്താലും ആ പോയിന്റിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഉണ്ട്. കെർവ്ഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാൻ നിങ്ങൾ അവിടെ ഒരു ടാൻജന്റ് ഇമാജിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ ടാൻജന്റ് എങ്ങോട്ടാണോ പോകുന്നത്, ഇതാണ് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്. ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്. സപ്പോസ് ഇവിടെ വേറൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ ഇതിന്റെ ടാൻജന്റ് ആയിരിക്കണം. അപ്പൊ ഈ പോയിന്റിൽ ആകെ ഒരു ഒറ്റ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിന് എത്ര ഡയറക്ഷൻ വരുന്നുണ്ട്? 2 ഡയറക്ഷൻ വരുന്നുണ്ട്. ഒരു വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഒരേ സമയം ഒരു സിറ്റുവേഷനിൽ 2 ഡയറക്ഷൻസ് പോസിബിൾ അല്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ക്രോസ് ചെയ്യുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന് 2 ഡയറക്ഷൻസ് ഉണ്ട്, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 പാർട്ടായിട്ടാണ് ചോദ്യം. 2 point charges QA equal to 3 microcoulomb and QB is equal to minus 3 microcoulomb are located 20 centimeter apart in vacuum. What is the electric field at the midpoint O of the line AB joining the 2 charges? Another question, if a negative test charge of magnitude 1.5 into 10 raised to minus 9 coulomb is placed at this point, what is the force experienced by the test charge? ഈ ചോദ്യം, ഇതിൽ നിങ്ങൾക്ക് 2 ചാർജുകൾ തന്നിട്ടുണ്ട്. ആ ചാർജുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഞാനൊന്ന് വരയ്ക്കാം. ഒന്നാമത്തെ ചാർജ്, ഈ ചാർജ് QA, അത് +3 മൈക്രോ കൂളവും. രണ്ടാമത്തെ ചാർജ് QB, അത് -3 മൈക്രോ കൂളുമാണ്. 2 ചാർജിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ പൊളാരിറ്റി ഡിഫറൻ്റ് ആണ്. ഇങ്ങനെ തുല്യ മാഗ്നിറ്റ്യൂഡും വ്യത്യസ്ത പൊളാരിറ്റിയുമായിട്ടുള്ള ചാർജുകളെ നിങ്ങളൊരു അകലത്തിൽ അകത്തി വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡൈപോൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഡൈപോൾ ആണ്. ഇതിന്റെ ഡൈപോൾ ലെങ്ത് തന്നിട്ടുണ്ട്, അത് 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും 10 സെന്റിമീറ്റർ ആയിരിക്കും. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി 10 സെന്റിമീറ്റർ. സിമിലർലി റിമൈനിങ് ഡിസ്റ്റൻസ് ഓൾസോ 10 സെന്റിമീറ്റർ. ഇങ്ങനെ ഒരു ഫിഗർ തന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഈ മിഡ് പോയിന്റ് ഞാൻ O എന്ന് പേര് കൊടുത്താൽ O എന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ O എന്ന പോയിന്റിൽ QA എന്ന ചാർജും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, QB എന്ന ചാർജും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ വെക്ടർ സം ആയിരിക്കും. അപ്പൊ നമുക്ക് ഓരോ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് കണ്ടുപിടിക്കാം. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O ഡ്യൂ ടു QA, എന്ത് ഇക്വേഷൻ വരിക? ഞാൻ EA എന്ന് പേര് കൊടുക്കുന്നു, ഈക്വൽ ടു 1/4πε0 QA ഡിവൈഡഡ് ബൈ R സ്ക്വയർ. QA ഡിവൈഡഡ് ബൈ R സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0 സ്ഥാനത്ത് 9 × 10⁻⁹. QA യുടെ വാല്യൂ 3 മൈക്രോ കൂളം, അതിനെ നമുക്ക് 3 ×
10⁻⁻⁶ ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ 10 സെന്റിമീറ്റർ ആണ് ഇവിടുന്ന് ഇവിടം വരെയുള്ള ദൂരം. അതിന് ഞാൻ 10 × 10⁻² ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ 9 × 3 27 ഇൻറ്റു 10⁻⁹ 10⁻⁻⁶ 10⁻³ ഡിവൈഡഡ് ബൈ അടിയിൽ 10ന്റെ സ്ക്വയർ 100, അപ്പോൾ 10⁻² ഇൻറ്റു 10⁻⁻²ന്റെ സ്ക്വയർ 10⁻⁻4 ഈക്വൽ ടു 27 ഇൻറ്റു ഇവിടെ മുകളിൽ 10⁻³ ഉണ്ട്, അടിയിൽ 10⁻² ഇൻറ്റു 10⁻⁻4 10⁻⁻2 അത് മുകളിലോട്ട് വരും. അപ്പോൾ 10⁻² ആയിട്ട് മാറും. സോ നെറ്റ് എഫക്റ്റ് 10⁵ ന്യൂട്ടൺ പെർ കൂളം. ഇതാണ് എ എന്ന ചാർജ് മൂലം ഈ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ്. നോക്ക്, എ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും ചാർജിൽ നിന്ന് ഔട്ട്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ദിസ് ഈസ് ഇ എ. ക്ലിയർ? ഇനി ഇതേപോലെ രണ്ടാമത്തെ ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ഒ ഡ്യൂ ടു ക്യൂബി. ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം സൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ, മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇ ബി ഇസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ബി, സെയിം ഇക്വേഷൻ 1/4πε0 QB divided by R square. That is 9 × 10⁻⁹ ഇൻറ്റു ക്യൂബിയുടെ സ്ഥാനത്ത് again 3 × 10⁻⁻⁶. മൈനസ് ആയി ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതുന്നില്ല. 10 × 10⁻⁻² ഹോൾ സ്ക്വയർ. സെയിം മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. 27 × 10⁵ ന്യൂട്ടൺ പെർ കൂളോം. അപ്പൊ ഇവിടുത്തെ ഡയറക്ഷൻ നോക്കൂ, ഇത് ഇ ബി ആണ്, അതായത് ബി മൂലമുണ്ടാവുന്നത്. ബി നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ചാർജിന്റെ അതേ ചാർജിലോട്ട് വരുന്ന രീതിയിലാണ് ആക്ട് ചെയ്യുക. നോക്ക്, രണ്ടും ഒരേ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് ഇ ബിയുടെയും നീളം സെയിം തന്നെയായിരിക്കും. കണ്ടോ? സോ ദിസ് ഈസ് ഇ ബി. ദർഫോർ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് രണ്ടും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ചുമ്മാ വെക്ടർ സം ചെയ്യുമ്പോൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഞാൻ അതൊന്ന് മാച്ചിട്ട് എഴുതുന്നു. Therefore total electric field at O എത്ര വരും? E is equal to E. ഇപ്പൊ ഞാൻ വെക്ടർ ആയിട്ടാണ് എഴുതുന്നത്. വെക്ടർ E is equal to വെക്ടർ EA പ്ലസ് വെക്ടർ EB. രണ്ട് വെക്ടർ ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ്സ് തമ്മിൽ സം ചെയ്തിട്ട് ആ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്താൽ മതി. അപ്പൊ 27 × 10⁵ പ്ലസ് 27 × 10⁵. ടോട്ടൽ എത്ര വരും? 54. അപ്പോ 54 × 10⁵ ന്യൂട്ടൺ പെർ കൂളം. ഇത് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? ടുവേർഡ്സ് ക്യൂബി. ക്യൂബിയുടെ ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഇനി അതിലെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒ എന്ന പോയിന്റിൽ നിങ്ങൾ ഒരു എക്സ്റ്റേണൽ ചാർജ് വയ്ക്കുകയാണെങ്കിൽ, അപ്പോൾ ഒ എന്ന പോയിന്റിലേക്ക് ഞാൻ Q is equal to ഒരു നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് ആണ് -1.5 × 10⁻⁻⁹ കൂളോം എന്നൊരു ചാർജിനെ വെക്കുന്നു. ഈ ചാർജ് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും? അപ്പൊ നോക്കിയാൽ ഈ ചാർജ്, ഈ നെഗറ്റീവ് ചാർജിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പൊ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്, ഏതൊരു ചാർജും ഇ എന്ന ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന്റെ മുകളിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സൈറ്റ് ചെയ്യുന്ന ഫോഴ്സ് F is equal to Q × E ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓൾറെഡി ഇ എന്നൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ മുകളിലേക്ക് നിങ്ങൾ Q എന്നൊരു ചാർജ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിക് ഫീൽഡ് മൂലം ചാർജിന്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. അത് Q × E ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആദ്യം എത്രയെന്ന് കണ്ടുപിടിക്കാം. F is equal to Qന്റെ മാഗ്നിറ്റ്യൂഡ് 1.5 × 10⁻⁻19 ഇൻറ്റു ഫോഴ്സ് എത്രയാണ്, അല്ല ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയത് 54 × 10⁵ അല്ലെ, 10⁵ ന്യൂട്ടൺ പെർ കൂളം. ഇത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയത്. അപ്പൊ ഇത് തമ്മിലൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 54 × 1.5 54 × 1.5 ചെയ്യുമ്പോൾ
you will get 81 into 10 raised to minus 4 Newton എന്ന് കിട്ടും. That is 8.1 into 10 raised to minus 3 Newton. ഇനി ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നോക്ക്, ഇലക്ട്രിക് ഫീൽഡ് ഉള്ള റീജിയനിൽ നിങ്ങൾ ഒരു നെഗറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. ആ തിയറി അറിയാലോ. ഇ എന്ന ഇലക്ട്രിക് ഫീൽഡിൽ ഒരു നെഗറ്റീവ് ചാർജ് വെക്കുമ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ യു ക്യാൻ സേ ദിസ് ഫോഴ്സ് വിൽ ആക്ട് ടുവേർഡ്സ് QA. That is the answer. Ninth question. A system has two charges QA equal to 2.5 into 10 raised to minus 7 coulomb and QB equal to minus 2.5 into 10 raised to minus 7 coulomb located at points A 0, 0, minus 15 centimeter and B 0, 0, plus 5 centimeter respectively. What are the total charge and electric dipole moment of the system? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് ചാർജുകൾ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് QA ഈക്വൽ ടു 2.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 കൂളോം ആൻഡ് QB ഇസ് ഈക്വൽ ടു മൈനസ് 2.5 നെഗറ്റീവ് ചാർജ് ആണ് ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 കൂളോം. ഇവരെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. കോർഡിനേറ്റ്സ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ആദ്യത്തെ ആളെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എ കോർഡിനേറ്റ് എവിടെയായിരുന്നു? 0, 0, 15 സെന്റിമീറ്റർ. ബി എന്ന ചാർജിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 0, 0, മൈനസ് 15 സെന്റിമീറ്റർ. മൈനസ് 15 സെന്റിമീറ്റർ. നമുക്കിത് നോക്കിയാൽ അറിയാം. എനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് Z ആക്സിസിലാണ്, ബി എയും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് Z ആക്സിസിലാണ്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ആക്സിസ് പോയിന്റുകൾ ഒന്ന് വരയ്ക്കുന്നു കേട്ടോ. വരയ്ക്കാൻ എളുപ്പത്തിന് Z ഞാൻ ഈ ആക്സിസ് ആയിട്ട് എടുക്കുന്നു. സോ ദിസ് ഈസ് Z മൈനസ് Z എക്സ് വൈ. അപ്പോൾ എക്സ് ആക്സിസിലല്ല വൈ ആക്സിസിലല്ല 0, 0, 15 ആണ്. അപ്പോൾ എനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് 15 ഇവിടെയാണ് QA എന്ന ചാർജ് ഇരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് 15 ആണ്. 0, 0, 15. സിമിലർലി രണ്ടാമത്തെ ചാർജ് QBനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് Z ആക്സിസിൽ നെഗറ്റീവ് Z ആക്സിസിൽ 15. അപ്പോൾ 0, 0, 15 സെന്റിമീറ്റർ ഇവിടെ 0, 0, മൈനസ് 15 ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് QB. അപ്പൊ QAക്കും QBക്കും ഇടയിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇവിടുന്ന് ഇവിടം വരെ 15 സെന്റിമീറ്റർ, ഇവിടുന്ന് ഇവിടം വരെയും 15 സെന്റിമീറ്റർ. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ. ഇത് ആക്ച്വലി ഒരു ഡൈപോൾ ആണ്. Two equal and opposite charges separated by a distance. ഇതിന്റെ ടോട്ടൽ ചാർജ് എത്രയാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ടോട്ടൽ ചാർജ് ഒബ്വിയസ്ലി രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ടോട്ടൽ ചാർജ് Q is equal to 0. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിന്റെ ഡൈപോൾ മൊമെന്റ് എന്താണ്? ഡൈപോൾ മൊമെന്റ് കാണാനുള്ള ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് P is equal to Q into 2A. ഏതെങ്കിലും ഒരു ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് 2.5 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 ഇൻറ്റു 2A. ഇവർക്കിടയിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ ആണത്. 30 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2. 30 സെന്റിമീറ്ററിനെ ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 റേസ് ടു മൈനസ് 2 എന്ന് വരും. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? എല്ലാം കൂടി ആഡ് ചെയ്യുക. 2.5നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 75 എന്ന് കിട്ടും. 75 ഇൻറ്റു 10 റേസ് ടു മൈനസ് 7 ഇൻറ്റു 10 റേസ് ടു മൈനസ് 2, 10 raised to minus 9. That is 7.5 into 10 raised to minus 8 coulomb meter. That is the answer. പത്താമത്തെ ചോദ്യം. An electric dipole with a dipole moment 4 into 10 raised to minus 9 coulomb meter is aligned at 30 degree with the direction of a uniform electric field of magnitude 5 into 10 raised to 4 Newton coulomb raised to minus 1. Calculate the magnitude of the torque acting on the dipole. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇലക്ട്രിക് ഡൈപോൾ തന്നിട്ടുണ്ട്. ആ ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് P എന്ന് പറയുന്നത്
4 ഇൻറ്റു 10⁻⁻9 കൂളോം മീറ്ററും പിന്നെ അത് വെച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 5 ഇൻറ്റു 10⁴ മീറ്റർ. 5 ഇൻറ്റു 10⁴ ന്യൂട്ടൺ പെർ കൂളം. ന്യൂട്ടൺ പെർ കൂളം. അപ്പോൾ ഇതെങ്ങനെയാണ് അലൈൻ ചെയ്തിരിക്കുന്നത്? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ദിസ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് നമ്മുടെ ഡൈപോള്. അതിൻ്റെ ഡൈപോൾ മൊമെന്റ് തന്നിട്ടുണ്ട്. ഡൈപോൾ മൊമെന്റ് ഈ ഡയറക്ഷനിൽ. അപ്പോൾ ഡൈപോൾ മൊമെന്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ടോർക്ക് എത്രയാണ് എന്നാണ് ചോദ്യം. സോ ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പി ടോ ഈസ് ഈക്വൽ ടു പി ക്രോസ് ഇ. മാഗ്നിറ്റ്യൂഡ് ടോ ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. പിയുടെ വാല്യൂ 4 ഇൻറ്റു 10⁻⁻9. ഇയുടെ വാല്യൂ 5 ഇൻറ്റു 10⁴ സൈൻ 30. സൈൻ 30 1/2 ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ 1/2 കൊടുക്കുമ്പോൾ 1/2 ഇൻറ്റു 4 2 വരും. 2 ഇൻറ്റു 5 ഇൻറ്റു 10⁻⁻9 ഇൻറ്റു 10⁴ 10⁻⁻5. അപ്പോൾ 10 ഇൻറ്റു 10⁻⁻5 ദാറ്റ് ഈസ് 10⁻⁻4. അത്രയും ന്യൂട്ടൺ മീറ്റർ എന്ന ആൻസർ വരും. ഓക്കെ. സോ ഇതാണ് പാർട്ട് 1 നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വർക്കുകൾ ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ ചെയ്തു പഠിക്കുക. ഓക്കെ, താങ്ക് യു.